1983 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ കപിലിന്റെ ചെകുത്താന്മാർക്ക് കിട്ടിയ പ്രതിഫലം എത്രയെന്നറിയണ്ടേ? ക്രിക്കറ്റ് ഇന്ന് പണക്കൊഴുപ്പിന്റെ കളിയാണ്. BCCI ലോകത്തിലെ ഏറ്റവും പണമുള്ള കായിക സംഘടനയും. IPL വന്നതിന് ശേഷം BCCIയുടെ പണപ്പെട്ടി സ്വിസ് ബാങ്കിനേക്കാൾ വിശാലമായി. എന്നാൽ ഈ പണവും പത്രാസുമൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് കപിലിന്റെ ചെകുത്താന്മാർ 2 ലോകകപ്പ് നേടിയ ജയരായി നിന്ന വെസ്റ്റ് ഇൻഡീസിനെ തുരത്തി ക്രിക്കറ്റിന്റെ മെക്കയിൽ നിന്നും കപ്പുമായി ഇന്ത്യയിലെത്തുന്നത്. അന്നത്തെ താരങ്ങളുടെ പ്രതിഫലം കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അന്ന് ഇന്നുള്ളതുപോലെ സ്ലാബ് സിസ്റ്റമോ കളിക്കാരെ കളിമേന്മയ്ക്കനുസൃതം തരാതരം തരംതിരിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പണർ മുതൽ 12ാമൻ വരെ ഒരേ പേ സ്കെയിലിൽ ജോലി ചെയ്തിരുന്നു. 200 രൂപ ഡെയിലി അലവൻസും 1500 രൂപ ആളാം വീതം മാച്ച് ഫീയുമായിരുന്നു കപിൽ ദേവ് മുതൽ സുനിൽ വത്സൻ വരെ വാങ്ങിയിരുന്നത്. കപ്പുമായി ഇന്ത്യയിലെത്തിയ താരങ്ങൾക്ക് ആളാം വീതം 25,000 രൂപ നൽകാൻ ലതാ മങ്കേഷ്കറിന്റെ സംഗീത നിശ സംഘടിപ്പിക്കേണ്ടി വന്ന BCCIയുടെ ഇന്നത്തെ ആസ്തി 18,700 കോടി രൂപയുടേതാണ്. അതായത് ഏതാണ്ട് $2.2 ബില്യൺ. കണ്ണു തള്ളി പുറത്തു വന്നല്ലേ? അത്ഭുതപ്പെടേണ്ട. ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നാൽ പണം കായ്ക്കുന്ന മരമാണ്. ബാലാരിഷ്ടതകളിൽ അവർ വാങ്ങിയ 200 രൂപയ്ക്ക് പകരം അവർ വെട്ടിയ വഴികളിലൂടെ സഞ്ചരിച്ചു കയറിയവർ ഇന്ന് കോടികൾ വാങ്ങുന്നു എന്ന് മാത്രം.